ചന്ദ്രികയിൽ നിന്ന് പത്രാധിപരായി വിരമിച്ചപ്പോൾ, ചന്ദ്രികയിൽ ഞാൻ പത്രാധിപരായി നിയമിതനായപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ബാപ്പു ഉസ്താദിനെയായിരുന്നു. അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തു. 3-4 നേതാക്കന്മാരെയും ഉസ്താദന്മാരെയും കണ്ടു. ആദ്യം കണ്ടത് ബാപ്പു ഉസ്താദിനെയായിരുന്നു. അതുപോലെ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എന്നെ ആദ്യം വിളിച്ചതും ബാപ്പു ഉസ്താദായിരുന്നു. എന്നോട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ വീട്ടിലുണ്ടോ, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് വീട്ടിലേക്ക് വരുന്നത് സന്തോഷമാണ്, പക്ഷെ എന്നെ കാണാൻ വീട്ടിലേക്ക് വരണ്ട, ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വരാം. എന്നാൽ ഇന്ന് വേണ്ട, അടുത്ത ശനിയാഴ്ച ഒന്ന് നിങ്ങൾ സമസ്തയുടെ ഓഫീസിൽ ഫ്രാൻസിസ് റോഡിൽ വരണം. ഞാൻ ചെന്നപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം നടക്കുകയായിരുന്നു. എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. എന്നോട് കാര്യം പറഞ്ഞു. ഞങ്ങളിങ്ങനെ സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം തുടങ്ങാൻ പോകുന്നുണ്ട്, അതിന് ചുമതല ഏറ്റെടുക്കണമെന്ന് പറയാനാണ് വിളിച്ചത്. അതേക്കുറിച്ച് അല്ല, ചുമതല പറഞ്ഞിട്ടില്ല, അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദുമാരാണ് ചുറ്റും ഇരിക്കുന്നത്. അപ്പോൾ ഇരുന്ന് സംസാരിക്കാതെ ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു. അറിയാതെ അതൊരു പ്രസംഗമായി വഴിമാറിപ്പോയി. ഞാൻ പറഞ്ഞത് പത്രം തുടങ്ങരുത് എന്നായിരുന്നു. അതിന് എൻ്റെ അടുത്ത് ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രം പറഞ്ഞ്, തുടങ്ങിയ പത്രങ്ങളിൽ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിച്ച ചരിത്രം പറഞ്ഞ്, അങ്ങനെ പറഞ്ഞപ്പോൾ ആ യോഗത്തിന് ആരോ പറഞ്ഞു, അങ്ങനെയല്ല, അതുപോലെയല്ല, ഞങ്ങൾക്ക് വലിയ നെറ്റ്വർക്കുണ്ട്, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വലിയ ശക്തിയാണ്, സംസ്ഥ വലിയ ശക്തിയാണ്, അത് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ പത്രം, അവരുടെ പത്രം ക്ലിക്ക് ചെയ്തിട്ടില്ല. ഒരു സംസ്ഥാനത്ത്, ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, വീക്ഷണം ഒന്നിലേറെ തവണ നിർത്തി പിന്നെ തുടങ്ങിയ പത്രമാണ്, പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്ന പത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സമ്പത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സമ്പത്തും പോരാ, ഇന്ത്യയിലെ കോടീശ്വരന്മാർ തുടങ്ങിയ പത്രങ്ങളൊക്കെ പൂട്ടിപ്പോയ ചരിത്രവും അവിടെ പറഞ്ഞു. ഇത്തിരി ക്ഷോഭിച്ചുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഇത് പറയാനല്ല നിങ്ങളെ വിളിച്ചത്, സുപ്രഭാതം ഞങ്ങൾ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങ് ചമ്മി, കാരണം ഉസ്താദ് വളരെ ക്ഷോഭിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയുന്ന ആകെ ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ, 10-37 കൊല്ലം പത്രത്തിലായിരുന്നല്ലോ, അതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഇതിൻ്റെ പ്രതികൂലമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇപ്പോൾ ഇങ്ങനെ പറയണ്ട, നവാസ് പറയാനുള്ളതൊന്ന് എഴുതി ഒരു പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് താ, അതിന് ഇത്ര സമയം വേണം. ഞാൻ പറഞ്ഞു, അത് എപ്പോൾ പറഞ്ഞാലും തരാം, ഒരാഴ്ച സമയം മതി. അപ്പോൾ അവരൊരു പുതിയ ഡേറ്റ് തന്നു. ആ ഡേറ്റിലേക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ ഇത് നമ്മുടെ ഒരു സദസ്സായതുകൊണ്ട് പറയുക, ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഞാൻ എഴുതിയിരുന്നത് സുപ്രഭാതം. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, ഇവിടെ തുടങ്ങിയ പത്രങ്ങളുടെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ പത്രം തുടങ്ങുമ്പോൾ നമ്മൾ 50,000 കോപ്പിയെങ്കിലും അടിക്കണം. ആ 50,000 കോപ്പി പത്രം ഇറക്കി അത് നമ്മൾ ഒരുമിച്ച് ഒരു കഠിനാധ്വാനം ചെയ്ത് 1 കൊല്ലം കൊണ്ട് 1,00,000 കോപ്പി ആക്കി മാറ്റണം. ഒരു പുതിയ പത്രം തുടങ്ങുമ്പോൾ ഇവിടെയുള്ള പത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, ആ പത്രങ്ങളിലൊക്കെ സർക്കുലേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതാണ് ഞാൻ അവതരിപ്പിച്ചത്. ആ പ്രൊജക്ട് റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ മേശയിലുണ്ട്, നിങ്ങൾ ആരെങ്കിലും വന്നാൽ കാട്ടിത്തരാം, വെറുതെ പറയുകയല്ല. അതായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ കണക്കൂട്ടിൽ ആകെ തെറ്റിപ്പോയില്ലേ? ആ കണക്കൂട്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോട്ട കൊടുത്തത്. നമ്മുടെ ബോർഡ് ഇരുന്ന് ആലോചിച്ച് ഒരു മദ്രസയ്ക്ക് എത്ര കോപ്പി, 40 കോപ്പി, 20 കോപ്പി കൊടുക്കാം, 30 കോപ്പി, അങ്ങനെ ചർച്ച ചെയ്ത് 40 കോപ്പി എന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ കണക്കൂട്ടുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കണക്കാണല്ലോ. രാഷ്ട്രീയക്കാരിപ്പോൾ ഒരു പത്രം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് 10,000 രൂപയെ പിരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 2,000 രൂപയെ പിരിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിന്, രാഷ്ട്രീയ സമ്മേളനത്തിന് 10,000 ആളുകളെ അയക്കണമെന്ന് പറഞ്ഞാൽ 1000 ആളുകളെ ഒപ്പിക്കുക ചെയ്യുക, അല്ലേ? അപ്പോൾ ആ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ കൂട്ടിയത്. അപ്പം 40 കോപ്പി കൊടുത്താൽ 10 കോപ്പി കിട്ടും. നമുക്ക് 10,000-ഓളം മദ്രസയുണ്ട്. അപ്പോൾ പൂർണ്ണമായും വന്നാൽ തന്നെ നമുക്ക് ഏതാണ്ട് 1,00,000 താഴെ. അപ്പം ഞാൻ പറഞ്ഞ 50 എന്തായാലും കിട്ടും. ആ ഒരു കണക്കായിരുന്നു എൻ്റെത്. പക്ഷെ കണക്കൂട്ടിലാകെ തെറ്റിപ്പോയില്ലേ? നിങ്ങൾക്കറിയാം, ഒരു മദ്രസ പോലും 40 കോപ്പിയിൽ നിന്നില്ല. എല്ലാവരും 100, 150, 200 കോപ്പി കൂട്ടി, ഇല്ലേ? കണ്ണൂരിലെ തുവക്കുന്ന ഒരു മദ്രസ തന്നെ 10, 300, 400 കോപ്പിയായി. അപ്പം അങ്ങനെ വലിയ അത്ഭുതം ഉണ്ടായി. അത് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുന്ന സംഭവമായി മാറി. ആ ഒരു ചരിത്രത്തിന് നേതൃത്വം കൊടുത്തത് ബാപ്പു മുസ്ലിയാരാണ് എന്നത് മതി അദ്ദേഹത്തെ ഈ മലയാള മണ്ണ് എന്നും സ്മരിക്കാൻ. നമ്മുടെ ഉദ്ഘാടനത്തിന്, സുപ്രഭാതത്തിൻ്റെ ഉദ്ഘാടനത്തിന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് പറഞ്ഞ സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞതെന്താ? ഇതൊരു വലിയ അത്ഭുതമാണ്. 6 എഡിഷനുകളോട് ഒരു പത്രം തുടങ്ങുക, ഒരുമിച്ച് 6 ലക്ഷം കോപ്പി തുടങ്ങുക. അത് എൻ്റെയും സജീവിൻ്റെയും ധൈര്യമായിരുന്നില്ല, ബാപ്പുസ്താദിൻ്റെ ധൈര്യമായിരുന്നു. 1 എഡിഷൻ പറഞ്ഞു, 2 എഡിഷനായി, 3 എഡിഷനായി, അവിടെ നിന്നു. ഒടുവിൽ 4, 5ആയി. 5-ൽ നിന്ന് പൂർണ്ണമായി നിന്നതാ. പാലക്കാട് എഡിഷൻ ഉണ്ടായിരുന്നു, തൃശ്ശൂർ എഡിഷൻ ഉണ്ടായിരുന്നില്ല. ബാപ്പുസ്താദ് അതുകൂടി ആവാം. അദ്ദേഹം കാണിച്ച ധൈര്യം അപാരമായിരുന്നു. അപ്പം ഞാൻ സജീവനൊക്കെ മാധ്യമരംഗത്ത് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആളുകളാണ്. പക്ഷെ ഞങ്ങളുടെ ധൈര്യം കൊണ്ടല്ല ഈ 6 എഡിഷൻ തുടങ്ങിയത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. അത് ഉസ്താദിന് ധൈര്യമായിരുന്നു. 6 എഡിഷനെങ്കിൽ 6 എഡിഷൻ, എല്ലാ സൗകര്യങ്ങളും.
ഏറ്റവും ആധുനികമായ സൗകര്യം എന്തുണ്ടോ അത്. നമ്മളവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ, ന്യൂസ് ആപ്പ് എന്ന സൗകര്യം. ഇതിൻ്റെ കാര്യം പറയാൻ ആളുകൾ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനേക്കാൾ വേഗത്തിൽ ഉസ്താദ് ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് തിരിച്ച് ചോദിക്കുന്നത്, നമ്മൾ വെറുതെ വിവരമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് കേട്ടാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ മനസ്സിലാവുമല്ലോ നമുക്ക് വിവരമില്ല എന്നാലും ചോദിക്കുകയാണെന്ന്. പക്ഷെ ഉസ്താദിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളായിരുന്നു. അപ്പം അത്ര വേഗം ഒരു വിഷയം പഠിക്കാൻ ഉസ്താദിന് കഴിയുമായിരുന്നു. അപ്പം എല്ലാ രംഗത്തും ഉസ്താദിന് വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ഇഫ്താറിന് ഞങ്ങളെ വിളിച്ചു. ഉസ്താദും അലിക്കുട്ടി ഉസ്താദും ബഹാവുദ്ദീൻ ഉസ്താദും ഒക്കെ പങ്കെടുത്തു. ഞാനുണ്ടായിരുന്നു. ആ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഗവർണറായിരുന്നു. ഗവർണർ വന്നിറങ്ങി, എല്ലാ പ്രമുഖരുമുണ്ട്. ഗവർണർ വന്നിറങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പോയി സ്വീകരിച്ചു, പുറത്തു പോയി സ്വീകരിച്ചു. നിയമസഭാ ഹാളിലാണ് ആദ്യമായി നിയമസഭാ ഹാളിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഇഫ്താർ നടക്കുക. മറ്റു മുഖ്യമന്ത്രിമാർക്ക് ഗസ്റ്റ് ഹൗസിലും മറ്റു പരിസരത്തും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിയമസഭാ മന്ദിരത്തിലേക്ക് ഗവർണറെ കൂട്ടിക്കൊണ്ടുവന്ന് നേരെ വന്നത് സമസ്തയുടെ നേതാക്കന്മാരുടെ അടുത്തായിരുന്നു. ഇത് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, സുപ്രഭാതത്തിൻ്റെ ചെയർമാൻ ബാപ്പു ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പു ഉസ്താദിനെ പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ അതിഥികളെ മുഴുവൻ പരിചയപ്പെടുത്തി തുടങ്ങിയത്. ഒക്കെ വലിയ അംഗീകാരമായിരുന്നു. എവിടെയും നമുക്ക് അവതരിപ്പിക്കാൻ, സമസ്തയ്ക്ക് അഭിമാന പുരസ്സരം അന്തസ്സോടുകൂടി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബാപ്പു ഉസ്താദ്. ഒരു 80, 90, 100 കൊല്ലം കൊണ്ട് ഒരു പുരുഷായുസിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ബാപ്പു ഉസ്താദ് ഈ ചെറിയ പ്രായത്തിൽ ചെയ്തു തീർത്തു. എൻ്റെ ഒരു ദുഃഖം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കാം. ഉസ്താദുമാർ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ബാപ്പു ഉസ്താദ് നമ്മളെ ശ്രദ്ധിച്ചു, സമുദായത്തെ ശ്രദ്ധിച്ചു, സംഘടനയെ ശ്രദ്ധിച്ചു. പക്ഷേ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല എന്ന വേദനയാണ് ഞാൻ എപ്പോഴും പങ്കുവെക്കാറുള്ളത് പോലെ ഇവിടെയും എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചേയില്ല. അദ്ദേഹത്തിന് ഹൃദ്രോഗ സംബന്ധമായ ഒരു അസുഖമുണ്ട് എന്ന് അറിഞ്ഞിട്ട് 6 മാസത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു എറണാകുളത്തെ ഡോക്ടർ ചെറിയാൻ. എറണാകുളത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു 5-8 മണിക്കൂറിൻ്റെ ഓട്ടമാണ്. ശരിയാ, പോയി വരാൻ 5-8 മണിക്കൂറെങ്കിലും വേണം. അത് ഉസ്താദിന് ഇല്ല. ശരി, അത് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഹജ്ജിന്റെ സീസണിൽ ഉസ്താദ് 10, 15, 20 ദിവസം എറണാകുളത്ത് തമ്പടിച്ചില്ലേ? ഹജ്ജാജിമാരെ യാത്രയക്കാനും അവരെ സ്വീകരിക്കാനും നിന്നില്ലേ? ആ സമയത്തെങ്കിലും എറണാകുളത്തിന് ഒരു വെളിപ്പാടകരി, ഉസ്താദ് താമസിച്ചെടുത്തുനിന്ന് ഒരു വെളിപ്പാടകരിയുടെ ഡോക്ടറെ പോയി കാണാൻ ഉസ്താദ് തയ്യാറായില്ല. അതിൽ വേദന എനിക്കുണ്ട്. ആ വേദനയാണ് ഞാൻ പങ്കുവെക്കുന്നത്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിച്ചില്ല അദ്ദേഹം, എറണാകുളത്തായിട്ട് പോലും. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പോയിരുന്നെങ്കിലും ഒരുപക്ഷെ ഉസ്താദ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. പക്ഷെ അതല്ല, നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ? അതുപോലും ശ്രദ്ധിക്കാതെ ഈ സമുദായത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ഉരുകി തീർന്ന ജീവിതം, ആ ജീവിതത്തിന് സർവശക്തൻ പരലോകമോക്ഷം കൊടുക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്.